യുഎഇയിലെ അലൈനിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുമ്പോഴാണ് മലപ്പുറം കൂരാട് കുമ്മാളി വീട്ടിൽ ഉമ്മറിന്റെ മകൻ ഷിഫിൻ അപകടത്തിൽപ്പെടുന്നത്. ബൈക്കിൽ സാധനങ്ങൾ വിൽക്കാൻ പോകുന്നതിനിടെ സ്വദേശി ഓടിച്ച കാർ ഇടിക്കുകയായിരുന്നു. 2022 മാർച്ച് 26-നായിരുന്നു അപകടം. തലച്ചോറിലെ പരിക്കുമൂലം യുവാവിന്റെ 10ഓളം അവയവങ്ങൾക്ക് പ്രവർത്തനക്ഷമത നഷ്ടപ്പെട്ടതായി വൈദ്യശാസ്ത്രം വ്യക്തമാക്കി. അലൈനിലും അബുദാബിയിലുമായിട്ടായിരുന്നു ചികിത്സ. ആദ്യം 28 ലക്ഷം ദിർഹം നൽകാനാണ് കോടതി വിധിച്ചത്. അപ്പീൽ കോടതിയെ സമീപിച്ചതോടെ 50 ലക്ഷം ദിർഹം നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവായി. യുഎഇയിൽ ഒരു നിവാസി എന്നുള്ള കൺസിഡറേഷൻ അവിടെ ഉണ്ട്. യുഎഇയിൽ വന്ന ഒരാൾക്ക് ഉണ്ടാവാവുന്ന ഇത്തരം ആഘാതങ്ങൾക്ക് മറ്റ് യുഎഇക്കാരെ പോലെ തന്നെ അവരും അവകാശികളാണെന്നുള്ള ആ ഒരു നിയമത്തിന്റെ ഒരു കാഴ്ചപ്പാട്, അതിനെയാണ് നമ്മൾ ഇവിടെ പ്രൊമോട്ട് ചെയ്യേണ്ടത്. ഷിഫിന്റെ പ്രായം, ആരോഗ്യാവസ്ഥ, ആശ്രിതരുടെ സാമ്പത്തികാവസ്ഥ എന്നിവയെല്ലാം പരിഗണിച്ചാണ് കോടതിയുടെ ഉത്തരവ്. പണം ഉപയോഗിച്ച് മകന് മികച്ച ചികിത്സ ഉറപ്പാക്കുമെന്ന് ഷിഫിന്റെ പിതാവ് പറഞ്ഞു. ഈ വന്നപ്പോൾ നമുക്ക് എന്താ പറയുക, നമുക്ക് സന്തോഷം ഇല്ല എന്ന് പറയണില്ല, സന്തോഷം ഉണ്ടാവണം. പിന്നെ നമ്മളെ മോൻ്റെ അവസ്ഥ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ല, അതാണ് നമുക്ക് പറയാല്ല കാര്യമായിട്ട്. മോനെ എണീക്കണം, അപ്പോഴേ നമുക്ക് സന്തോഷം ഉണ്ടാവും. മോനെ ഉമ്മാന്ന് വിളിച്ചിരിക്കാൻ മതി. ഷാർജ ആസ്ഥാനമായ അഭിഭാഷക കൂട്ടായ്മയാണ് ഷിഫിന്റെ കുടുംബത്തിന് നിയമസഹായം നൽകിയത്. വാർത്താ സമ്മേളനത്തിൽ ഈസ അനീസ്, ഫരീദ് അൽ ഹസൻ, മുഹമ്മദ് ഫാസിൽ, അബ്ദുള്ള യൂസി, ഷിഫിന്റെ മാതാപിതാക്കളായ ഉമ്മർ, ജമീല എന്നിവർ പങ്കെടുത്തു. മാതൃഭൂമി ന്യൂസ്, ദുബായ്.